എന്റെ പൊന്നുമോനെ, ഒരു മനുഷ്യന്റെ നേരെയും മുഖം കോട്ടരുതേ, ആരെയും അവഗണിക്കരുതേ, എല്ലാവരെയും പുഞ്ചിരിച്ച് ഹസ്തദാനം ചെയ്യാൻ പഠിപ്പിക്കുന്ന 31-ാം അധ്യായം 17-18 വചനങ്ങൾ. അഹങ്കാരം പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിലെ 17-ാം അധ്യായം എത്ര മനോഹരമാണ്. നിങ്ങൾ ധൂർത്തടിക്കരുത്. എളാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മൂത്താപ്പ ജീവിച്ചിരിപ്പുണ്ട്, വികലാംഗയായ അമ്മായിയുടെ മകളുണ്ട്, അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥം. ഭാര്യയുടെ മുഖത്തടിക്കരുത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥം. 2-ാം അധ്യായം 186. ഭാര്യ ഭർത്താവിന് വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് വസ്ത്രമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ദാമ്പത്യത്തിന്റെ ഏറ്റവും പ്രധാനം പ്രേമമാണെന്ന് പഠിപ്പിച്ച, സ്നേഹമാണെന്ന് പഠിപ്പിച്ച, കാരുണ്യമാണെന്ന് പഠിപ്പിച്ച 30-ാം അധ്യായം 21-ാമത്തെ വചനം. മാതാപിതാക്കളോട് ചേർന്ന് പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ 23-ാമത്തെ വചനം. നിങ്ങളോട് സൗമ്യതയിൽ കഴിയുന്ന ജനാധിപത്യ മതേതര രാജ്യത്തിലെ ഇതര മതക്കാരോട് സൗമ്യമായി പെരുമാറണേ എന്ന് പഠിപ്പിച്ച ദൈവിക ഗ്രന്ഥം. പട്ടിണി കിടക്കുന്ന അയൽവാസിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കരുത് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. ഒരു വ്യക്തിയുടെ പേരിൽ അനാവശ്യം പറഞ്ഞു നടക്കരുത് എന്ന് 49-ന്റെ 11 പഠിപ്പിച്ച ഗ്രന്ഥം. കേട്ടതെന്തും പ്രചരിപ്പിക്കരുതേ എന്ന് 49-ലെ 6 പഠിപ്പിച്ച ഗ്രന്ഥം. ഭൂമിയിലൂടെ നടക്കുകയാണെങ്കിൽ അഹങ്കാരം കാണിക്കരുതേ എന്ന് ഖുർആനിന്റെ 5 വചനമാണുള്ളത്. സഹോദര, കഷ്ടപ്പെടുന്ന വിധവയെ സംരക്ഷിക്കുന്നതിന്റെ കൂലി പറയുന്ന, നിങ്ങൾ മരിച്ചു പോവുകയും നിങ്ങളുടെ മക്കൾ അനാഥരായി തീരുകയും ചെയ്യുന്ന അനാഥരുടെ പ്രത്യേകത പഠിപ്പിച്ച ഗ്രന്ഥം. എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം. അല്ലാഹുവിന്റെ തിരുദൂതന്റെ മുമ്പിൽ വന്ന്, നബിയേ, ഞാൻ എന്റെ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചുകൂടി നബിയേ. 81-ാം അധ്യായം 8-9 വചനമാണ്. ജീവനോടെ പെൺകുട്ടികളെ എന്തിന് കുഴിച്ചുമൂടി എന്ന് അന്ന് ചോദിക്കുമെന്ന് പറഞ്ഞ് 3 പെൺകുട്ടികൾ ഉണ്ടായാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച് പെൺജീവിതത്തിന്റെ മഹത്വത്തെ ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാര്യൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ ക്ലിനിക്കുകളിൽ MTP എന്ന ഓമന പേരിൽ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന ഓമന പേരിൽ 500 രൂപ മുടക്കൂ, 5 ലക്ഷം ലാഭിക്കൂ എന്ന ചിന്തകൾക്കപ്പുറത്തേക്ക് ജനിച്ചത് പെണ്ണായാലും ആണായാലും എന്റെ റബ്ബനിക്ക് തന്നു എന്ന ആ വലിയ ഒരാശയം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ പഠിപ്പിച്ചു. അതേ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മദ്യം ഹറാമാക്കി എന്ന് പറയുമ്പോൾ മദീനത്തെ തെരുവുകളിലൂടെ മദ്യം ഒഴുകി നടന്നൊരു അത്ഭുതം തന്റെ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ ഇങ്ങനെ ഒരു വേദഗ്രന്ഥവും മാനവ ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, കൊണ്ടുവരൂ ഈ ഖുർആനിന്റെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പറ്റിയ, ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു ഗ്രന്ഥം കൊണ്ടുവരൂ. ഈ വേദഗ്രന്ഥത്തിൽ നിങ്ങൾ സംശയാലുക്കളാണോ? ലോകത്തിലെ എത്ര ആളുകൾ അതിന്റെ മുമ്പിൽ എത്ര ആളുകൾ കഷ്ടപ്പെട്ടു നോക്കി. അതിന്റെ ഒരു പേജിന് തുല്യമായി, 3 വചനങ്ങൾക്ക് തുല്യമായി ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത ആ ഖുർആനിന്റെ അനുയായികളാണ് നമ്മൾ നോക്കുമ്പോൾ അഭിമാനമില്ലേ, ഉൾപ്പെടുകമില്ലേ? അതുകൊണ്ടാണ് ഖുർആന്റെ 10-ാം അധ്യായം 58 പറഞ്ഞത്, ഖുർആനിനോളം വലുതായി ഒരു സമ്പാദ്യം നിൽക്കില്ല. 1000 മെർസിഡീസ് കാറിനേക്കാൾ 50 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുന്ന രാജകൊട്ടാരത്തേക്കാൾ 50 ആയത്തിന്റെ പിൻബലമുണ്ടോ? തോൽക്കില്ലടോ എന്ന് പഠിപ്പിച്ച ഒരു ദൈവിക ഗ്രന്ഥം.